എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയായ പനീർ മസാല കറിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പനീർ മസാല കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 300 ഗ്രാം പനീർ സ്ക്വയർ പീസസായി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ പീസസ് ഓരോന്നായി ഇട്ടുകൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ചെയ്യേണ്ട, ചെറുതായി ഒന്ന് ഹാഫ് കുക്കായി എടുത്താൽ മതി. ഇനി എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാം. ഇനി ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് കൂടെ 1/2 സ്പൂൺ കുക്കിംഗ് ഓയിൽ കൂടി ചേർത്ത് ചൂടായി വരുമ്പോൾ 1/2 സ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ 2 ചെറിയ ബേ ലീഫ്, 3 ഗ്രാമ്പു, 3 ഏലയ്ക്ക, 1 തക്കോലം ഇത്രയും ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 സബോള പൊടിയായി അരിഞ്ഞതും 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 സ്പൂൺ ജീരകം പൊടി ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടി ഇങ്ങനെ വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 കപ്പ് ടൊമാറ്റോ പ്യൂരെ ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതൊക്കെ നന്നായി കുക്കായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി 1/2 കപ്പ് തൈര് ചേർത്ത് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം 1.5 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കാം. നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ മസാല പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കൈകൊണ്ട് ക്രഷ് ചെയ്ത കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കാം. ടേസ്റ്റി ആൻഡ് ഹെൽത്തി പനീർ മസാല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി പൊറോട്ടയുടെ ഒക്കെ കൂടെ ഒരു സൈഡ് ഡിഷായി ഇത് കഴിക്കാവുന്നതാണ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.